ഈശോ കഫർനാമിൽ പ്രവേശിക്കുന്നു. 12 ശിഷ്യന്മാർ മാത്രമല്ല, 11 പേർ മാത്രമേ അദ്ദേഹത്തോടൊപ്പമുള്ളൂ. യോഹന്നാൻ കൂട്ടത്തിലില്ല. ഈശോ എത്തിയപ്പോൾ സാധാരണ പോലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ സകല ആളുകളും സന്തോഷഭരിതരായി. അവരിൽ അത്ഭുതകരമായി രോഗശാന്തി പ്രാപിച്ചവരും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യത്തോടു കൂടി വന്നവരും അത്ര തന്നെ ഗൗരവമില്ലാതെ വന്നവരും കൂട്ടത്തിലുണ്ട്. എല്ലാ അഭിരുചിക്കാരെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടുന്നതൊക്കെ അവിടെയുണ്ട്. ഓരോരുത്തരോടും അനുയോജ്യമായ രീതിയിൽ ഈശോ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളെ തലോടുന്നു, സ്ത്രീകളെ അനുഗ്രഹിക്കുന്നു, അത്ഭുതകരമായി രോഗശാന്തി പ്രാപിച്ചവരെ കണ്ടു ചിരിക്കുന്നു, മറ്റുള്ളവരെ അത്യാദരപൂർവ്വം വീക്ഷിക്കുന്നു. ഇത് ചെന്ന് അവസാനിച്ചത് ആ പട്ടണത്തിലെ ശതാധിപന്റെ അടുത്താണ്. അലയോ കർത്താവേ എന്നയാൾ അഭിസംബോധന ചെയ്തപ്പോൾ ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ദൈവം നിന്റെ അടുത്തേക്ക് വരട്ടെ. ഈ കൂടിക്കാഴ്ചയുടെ അനന്തരഫലം അറിയുവാൻ ജനക്കൂട്ടം നോക്കി നിൽക്കെ ശതാധിപൻ തുടർന്ന് പറഞ്ഞു: കുറെ ദിവസങ്ങളായി ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. മലയിലെ പ്രസംഗം കേട്ടവരിൽ ഒരുവൻ എന്ന നിലയിൽ അങ്ങ് എന്നെ തിരിച്ചറിയാൻ ഇടയില്ല. കാരണം ഞാൻ അപ്പോൾ സാധാരണ വേഷത്തിലായിരുന്നു. ഞാൻ എന്തിനു വന്നുവെന്ന് അങ്ങ് എന്നോട് ചോദിച്ചേക്കാം. ഇല്ല, ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. എന്നാൽ നിനക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടത്? യോഗങ്ങൾ നടത്തുന്നവരെ പിന്തുടരുവാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നല്ല കാര്യങ്ങൾക്ക് യോഗങ്ങൾ നടത്തുവാൻ അനുവാദം നൽകിയ ശേഷം പലപ്പോഴും റോമിലെ അധികാരികൾ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങയെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, അങ്ങ് ഒരു കർത്താവെ, എൻ്റെ ഒരു വേലക്കാരൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അസ്ഥി സംബന്ധമായ ഒരു രോഗം മൂലം ശരീരം തളർന്ന് എൻ്റെ വീട്ടിൽ കിടക്കുന്ന അവൻ അതിഭയങ്കരമായി കഷ്ടപ്പെടുകയാണ്. ഞങ്ങളുടെ വൈദ്യന്മാർ അങ്ങോട്ട് വരാൻ വിസമ്മതിക്കുന്നു. ഈ പ്രദേശത്തെ ദുഷിച്ച കാറ്റ് ഏറ്റിട്ടാണ് അവന് രോഗം പിടിച്ചത്. കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പതഞ്ഞു നിൽക്കുന്ന ഈ തീരപ്രദേശത്തുള്ള ഒറ്റമൂലികകൾ കൊണ്ട് ഈ രോഗം സുഖപ്പെടുത്താൻ കഴിഞ്ഞേക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ അവരെ ക്ഷണിച്ചത്. നല്ല വിശ്വസ്തനായ വേലക്കാരനായതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. എൻ്റെ കർത്താവേ, അത് വേണ്ട. വളരെ ബുദ്ധിമുട്ടി അങ്ങ് അവിടം വരെ വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങയുടെ കാഴ്ചയിൽ ഞാനൊരു പുറംജാതിക്കാരനും അശുദ്ധനുമാണ്. യഹൂദന്മാരായ വൈദ്യന്മാർ അയിത്തം പേടിച്ചാണ് എൻ്റെ വീട്ടിൽ വരാതിരുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധനായ അങ്ങൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ അവിടുന്ന് ഒരൊറ്റ വാക്കുച്ചരിച്ചാൽ എൻ്റെ വേലക്കാരൻ സുഖം പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് സകലത്തിൻ്റെയും അധിപനാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ സീസറിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടവനായ ഞാൻ മേലാധികാരികളുടെ ഉത്തരവ് അനുസരിച്ചാണ് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ പടയാളികളും ഞാൻ നിർദ്ദേശിക്കുന്നവരോട് വരിക എന്നോ അങ്ങനെ ചെയ്യുക എന്നോ പറഞ്ഞാൽ ഓരോരുത്തരും ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യുന്നു. അവിടുന്ന് ദൈവികമായ അധികാരത്തോടെ കൽപ്പിക്കുന്നത് ഉടൻ തന്നെ അനുസരിച്ച് രോഗം അപ്രത്യക്ഷമാകും. എങ്കിലും രോഗം ഒരു മനുഷ്യനല്ലല്ലോ, ഈശോ എതിർപ്പ് പറഞ്ഞു. അവിടുന്ന് മനുഷ്യനല്ലല്ലോ, എങ്കിലും അവിടുന്ന് ദൈവിക മനുഷ്യനാണ്. അതിനാൽ അങ്ങേക്ക് വസ്തുവകകളോടും രോഗങ്ങളോടും കൽപ്പിക്കാം. കാരണം അവിടുത്തെ അധികാരത്തിന് കീഴ്പ്പെടാത്തതായി യാതൊന്നുമില്ല. ഈ സമയത്ത് കഫർനാമിലെ ചില മൂപ്പന്മാർ ഈശോയെ മാറ്റി നിർത്തി അദ്ദേഹത്തോട് പറഞ്ഞു: അയാൾ ഒരു റോമാക്കാരനാണ്, എങ്കിലും അയാൾ പറയുന്നത് ശ്രദ്ധിച്ചാലും. എന്തുകൊണ്ടെന്നാൽ നമ്മളെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അയാൾ. നമ്മുടെ ദേവാലയം പണി കഴിപ്പിച്ചത് ഇയാളാണ്. ശാബത്ത് ദിവസങ്ങളിൽ നമ്മളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് ഇയാൾ പടയാളികൾക്ക് കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ അനുഗ്രഹിച്ചാലും. അയാൾക്ക് നിരാശയോ ഈർഷ്യയോ ഉണ്ടാവാതെ ഇരിക്കുന്നതിനും ഞങ്ങളോടുള്ള അയാളുടെ സ്നേഹം വിദ്വേഷമായി മാറാതിരിക്കുന്നതിനും ഈ പട്ടണത്തിന്റെ പേരിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അയാളെ അനുഗ്രഹിച്ചാലും. അവരുമായി സംസാരിച്ച ശേഷം ശതാധിപന്റെ അടുത്തെത്തിയ ഈശോ പറഞ്ഞു: പോയിക്കൊള്ളുക, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. എന്നാൽ ശതാധിപൻ ഒരിക്കൽ കൂടി പറഞ്ഞു: എൻ്റെ കർത്താവേ, അത് വേണ്ട. അവിടെ നിന്റെ വീട്ടിൽ വരുന്നത് എനിക്ക് വലിയ ബഹുമതിയാണ്, എങ്കിലും ഞാൻ അതിന് യോഗ്യനല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി, എൻ്റെ വേലക്കാരൻ സുഖം പ്രാപിക്കും. എങ്കിൽ അങ്ങനെയാവട്ടെ. വിശ്വാസപൂർവ്വം പോകുക. ഈ നിമിഷത്തിൽ തന്നെ അവൻ സുഖം പ്രാപിക്കുകയും അവൻ്റെ അവയവങ്ങളിലേക്ക് ജീവൻ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടാവും. നിന്റെ ആത്മാവിൽ ജീവൻ വരുന്നതിനു വേണ്ടി നീ പരിശ്രമിക്കുക. ഇനി പൊയ്ക്കൊള്ളൂ. ശതാധിപൻ അഭിവാദനം ചെയ്ത് വണങ്ങിയ ശേഷം തിരികെ പോയി.
അയാൾ പോകുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ഈശോ പിന്തിരിഞ്ഞ് ജനങ്ങളോടായി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രയേലിൽ പോലും ഇത്രയധികം വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇത് പൂർണ്ണമായും സത്യമാണ്. അന്ധകാരത്തിൽ നടന്ന ജനങ്ങൾ ഒരു വലിയ പ്രകാശം കണ്ടു. നിഴലിൽ കഴിഞ്ഞവർക്ക് ഒരു വലിയ പ്രകാശമുണ്ടായി എന്നും മിശിഹ എല്ലാ രാഷ്ട്രങ്ങളുടെ മേൽ തന്റെ കൊടി ഉയർത്തുകയും അവയെ ഒന്നിച്ചു കൊണ്ടുവരികയും ചെയ്യുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഓ എൻ്റെ രാജ്യം, എല്ലാവരും വലിയ എണ്ണമായി നിന്നിലേക്ക് ഒഴുകി വരും. മദിയാനിലെയും എപ്പാഹിലെയും എല്ലാ ഒട്ടകങ്ങളെയും കാൾ അധികമായിരിക്കും അവരുടെ എണ്ണം. ഷേബായുടെ സകല സ്വർണത്തെയും സുഗന്ധദ്രവ്യങ്ങളെയും കാൾ അധികമായിരിക്കും അത്. കേദാറിലെ സകല ആട്ടിൻകൂട്ടങ്ങളെക്കാളും നെബായിത്തൂരിലെ സകല മുട്ടാടുകളെക്കാളും അവരുടെ സംഖ്യ അധികമായിരിക്കും. സകല രാജ്യങ്ങളിലെയും സകല ജനങ്ങളും പ്രഭുക്കന്മാരും എന്നിലേക്ക് വരുമ്പോൾ ഞാൻ വളരെയധികം ആഹ്ലാദിക്കും. ദ്വീപുകൾ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. വിദേശികളുടെ മക്കൾ എൻ്റെ പള്ളിയുടെ ഭിത്തികൾ പണിയും. അതിൻ്റെ വാതിലുകളെല്ലാം രാജ്യങ്ങളിലെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സ്വീകരിക്കുന്നതിനു വേണ്ടി അതിൻ്റെ വാതിലുകൾ സദാ തുറന്നു കിടക്കും. അവരെ ഞാൻ വിശദീകരിക്കും. യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ കണ്ടതങ്ങനെ പൂർത്തീകരിക്കപ്പെടും. ധാരാളം പേർ കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വരികയും അവർ സ്വർഗരാജ്യത്തിൽ എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ആ രാജ്യത്തിൻ്റെ അവകാശികളെന്ന് അവകാശപ്പെടുന്ന പലരും പുറന്തള്ളപ്പെടും. അവിടെ ഇവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എബ്രഹാമിന്റെ മക്കൾക്ക് തുല്യമായ സ്ഥാനം പുറംജാതികൾക്ക് ലഭിക്കുമെന്നാണോ അവിടുന്ന് മുൻകൂട്ടി പറയുന്നത്? തുല്യമായ സ്ഥാനം എന്നല്ല, അതിലും ഉയർന്ന സ്ഥാനം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ തന്നെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഖേദിക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. ഇത് ഞാനല്ല, പ്രവാചകന്മാരാണ് പറഞ്ഞിട്ടുള്ളത്. അടയാളങ്ങൾ ഇപ്പോൾ തന്നെ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ശതാധിപന്റെ വീട്ടിലേക്ക് പോവുകയും വിശ്വാസിയായ റോമാക്കാരൻ അർഹിക്കുന്ന പ്രകാരം അയാളുടെ വേലക്കാരൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഒരുപക്ഷെ ആ വീട്ടിൽ രോഗികളായ ചില ആളുകൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. കഫർനാമിൽ എത്തിയാൽ ഈശോ താമസിക്കാറുള്ള വീട്ടിലേക്ക് അവിടുന്ന് അപ്പസ്തോലന്മാരും മറ്റു ചിലരും കൂടി പുറപ്പെട്ടു. ആ സമയത്ത് ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ശതാധിപന്റെ വീട്ടിലെ വിവരം അറിയാനുള്ള ഉത്കണ്ഠയോടുകൂടി ശബ്ദ കോലാഹലത്തോടെ അതിവേഗത്തിൽ അങ്ങോട്ട് പോയി.